ആശുപത്രികളിൽ രോഗികളെ നിലത്തു കിടത്തില്ല എന്ന ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും പ്രഖ്യാപനം പാഴ്വാക്കായി. പനിയും പകർച്ചവ്യാധികളും വർദ്ധിക്കുന്നതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളിൽ വരാന്തയിലും നിലത്തുമാണ് കിടക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും കിടക്കാനിടമില്ലാത്ത അവസ്ഥ. ദുരിതവും അവഗണനയും നേരിടുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾ ഇനി നിലത്ത് കിടക്കേണ്ടി വരില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇനിയും നടപ്പിലായില്ലെന്ന് തെളിയിക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡുകളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ. രോഗം മാറാൻ ചികിത്സ തേടിയെത്തുന്നവർക്ക് രോഗം പകരാനുള്ള സാഹചര്യമാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, H1N1, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ അടക്കമുള്ള ഗുരുതര രോഗങ്ങളുമായി ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗികളെ അടുത്തടുത്തായി കിടത്തുന്നത് രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂട്ടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കിടക്കയില്ലാത്തതിനാൽ തറയിൽ കിടക്കേണ്ടി വരുന്നത് ഇപ്പോൾ രോഗികൾക്ക് പുതിയ കാര്യമല്ല. ആഹാരം കഴിക്കണമെങ്കിലും നിലത്തിരുന്നു തന്നെ. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രോഗികൾ കിടക്ക ആവശ്യപ്പെടുമ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മോശം സമീപനമാണെന്ന പരാതിയും വ്യാപകമാണ്. നമ്മൾക്ക് സുഖമില്ലാതായിട്ട് 2-3 ദിവസമായി. നമ്മളെ കയ്യിലെ പൈസ ഇല്ല ചികിത്സിക്കാൻ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ തപ്പിപ്പൊളിച്ച് ഓട്ടോറിക്ഷയിലാണ് വന്നത്. വണ്ടിയില്ല. വണ്ടിക്കാരൊക്കെ കണ്ട് വണ്ടിക്കാരെ സൗകര്യത്തിന് അവർ പോകും. നമുക്ക് വണ്ടി തരില്ല. കഷ്ടപ്പെട്ട് പിടിച്ചാണ് മോളെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവന്നത്. വന്നപ്പോൾ ഇരിക്കാനും സ്ഥലമില്ല, കിടക്കാനും സ്ഥലമില്ല. 4 ദിവസം തറയിൽ തന്നെ. പരാതി പറഞ്ഞാൽ പിന്നെ പറയും, എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ പോയത്, അവർ നല്ലവരല്ലെന്നൊക്കെ പറയും. പായില്ല. അപ്പോൾ ഒക്കെ കീറിയ ചാക്കിന്റെ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നത്. പായ്ക്കൊക്കെ പറഞ്ഞപ്പോൾ ട്രൈബിലത്തെ തന്ന് ഒരു കസാരി തന്ന് അതിങ്ങനെ ഇരിക്കുമ്പോൾ അത് പൊളിങ്ങിട്ട് വീഴാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. കിടക്കയില്ലാത്തതിനോടൊപ്പം വൃത്തിയുള്ള ബെഡ്ഷീറ്റ് പോലും ലഭ്യമാകാത്ത സാഹചര്യവും രോഗികൾ ചൂണ്ടിക്കാട്ടുന്നു. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് മുൻഗണന നൽകി അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ വാർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. രോഗത്തിന്റെ തീവ്രത കുറഞ്ഞവരെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ബീച്ച് ആശുപത്രിയിലേക്കും മാറ്റിയും തിരക്ക് കുറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ അവസ്ഥ നേരിൽ കാണേണ്ടത് സർക്കാരാണ്. മറുപടി പറയേണ്ടത് ആരോഗ്യ വകുപ്പും. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ നിലത്തുകിടത്താനാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളും കേരളവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇനിയെങ്കിലും രോഗികളോട് ഈ സമീപനം കാട്ടാതിരിക്കുക. അരുൺ പുതുപ്പാടിയോടൊപ്പം സനീത, ന്യൂസ് മലയാളം, കോഴിക്കോട്.